ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ കരുത്ത് നൽകാൻ പറ്റിയ ഒന്നാണ് ഉലുവപ്പാൽ. നടുവേദന, പുറം വേദന, അതുപോലത്തെ വേദനകൾ മാറാനും ദേഹബലം കൂട്ടാനും ശരീരപുഷ്ടി നൽകാനും ദഹനം മെച്ചപ്പെടുത്താനും മുടി വളർച്ചയ്ക്കും ചർമ്മകാന്തിക്കും അതുമല്ല എല്ല് തേയ്മാനത്തിനും സന്ധിവേദനയ്ക്കും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിക്കാനും ഒക്കെയുള്ള ഒരു മികച്ച ഔഷധമാണിത്. ഇത് ഒട്ടും കയ്പില്ലാതെ മധുരമൊക്കെ ചേർത്തിട്ട് ഒരു പായസം പോലെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടാ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, നല്ല ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഈ ഉലുവപ്പാൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഉലുവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് അളവ് കപ്പില്ലെങ്കിൽ അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഉലുവ എടുത്താൽ മതി. ഇനി ഈ ഉലുവ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇത് കുതിർന്ന് കിട്ടാനായിട്ട് ചുരുങ്ങിയത് ഒരു 6 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കുക. ഞാനിവിടെ ഈ ഉലുവ ഓവർനൈറ്റ് ആയിരുന്നു കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ ഇത് കണ്ട, ഈ ഉലുവ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഈ ഉലുവ കുതിർത്തെടുത്ത വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലുമാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഈ 1ഉം 2ഉം പാലും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ 3-ാം പാലിലാണ് കേട്ടോ നമ്മൾ ഈ ഉലുവ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 1.5 കപ്പ് തേങ്ങാപ്പാലാണുള്ളത്. അത് മുഴുവനായിട്ട് ഞാൻ ഈ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കുക. ഈ ഉലുവ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഇത് 3 വിസിൽ കൊണ്ട് വെന്ത് കിട്ടുന്നത്. നിങ്ങൾ കുറഞ്ഞ സമയം ഉലുവ കുതിർത്തെടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുന്ന വിസിലിൻ്റെ എണ്ണം കൂട്ടിയാലേ ഉലുവ നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ 3 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുമ്പോഴേക്കും നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പനഞ്ചക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിതിലേക്ക് 350 ഗ്രാം പനഞ്ചക്കര, അതായത് കരിപ്പെട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിതിലേക്ക് ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു 400 ഗ്രാം പനഞ്ചക്കരയൊക്കെ എടുക്കാം കേട്ടോ. ഈ കരിപ്പെട്ടി പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ കരിപ്പെട്ടി നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് കരിപ്പെട്ടി ഇല്ലെങ്കിൽ അപ്പോൾ സാധാരണ ശർക്കര എടുത്താലും മതി. സാധാരണ ശർക്കര ചേർക്കുന്നതിനേക്കാളും കരിപ്പെട്ടി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കരിപ്പെട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ കരിപ്പെട്ടി നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ ഉലുവയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറി വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഉലുവ നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടുക. ഇനി അടികട്ടിയുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഉരുളിയോ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഉരുളിയിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഉലുവ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഉലുവ ഈ ഗീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കുക. ഇതുപോലെ വരട്ടിയെടുക്കുമ്പോഴാണ് നമ്മുടെ ഉലുവപ്പാലിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം ഞാൻ ഈ ഉലുവ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പനഞ്ചക്കര ഉരുക്കിയെടുത്തില്ലേ, അത് ഇതിലേക്ക് ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ പനഞ്ചക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ പനഞ്ചക്കര മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അരച്ചെടുത്ത ഉലുവ ഇതുപോലെ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ തവി കൊണ്ട് കട്ടകൾ ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊരു ഹാൻഡ് വിസ്ക് കൊണ്ടാണ് കേട്ടോ ഈ കട്ടകളൊക്കെ ഉടച്ചെടുക്കുന്നത്. ഇതുപോലെ വിസ്ക് കൊണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടും. ഉലുവ ശർക്കരപ്പാനിയായിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടണം. അതുവരെയാണ് കേട്ടോ ഇത് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉലുവയും ശർക്കരപ്പാനിയും നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക.
ഇപ്പോൾ ഉലുവയും ശർക്കരപ്പാനിയും നല്ലതുപോലെ യോജിച്ച് ഇതുപോലെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മളിവിടെ തേങ്ങയുടെ രണ്ടാം പാൽ 1/2 ലിറ്റർ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ രണ്ടാം പാലും ഉലുവയും ശർക്കരപ്പാനിയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഇതിലെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്കിത് ഇതിലും കൂടുതൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. രണ്ടാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചുക്കുപൊടിയും 1 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടിപ്പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയും ചുക്കുപൊടിയും നമ്മൾ ടേസ്റ്റിന് മാത്രമല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ദഹനം മെച്ചപ്പെടുത്താനും ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാനും ഒക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഉലുവപ്പാൽ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളക്കാനായിട്ട് കാത്തു നിൽക്കരുത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തിളക്കാൻ അനുവദിക്കാതെ തവി കൊണ്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അങ്ങനെ കർക്കിടക മാസത്തിൽ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഉലുവപ്പാൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ചേരുവയിൽ ആർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഉലുവപ്പാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണേ. ഇതൊട്ടും കയ്പില്ലാത്തതായതുകൊണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. തയ്യാറാക്കി കഴിക്കുന്ന സമയത്ത് ഒന്നുകിൽ തുടർച്ചയായ 3 ദിവസമോ അതല്ലെങ്കിൽ 7 ദിവസമോ അതുമല്ലെങ്കിൽ 15 ദിവസമൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഓരോ ദിവസത്തിനുള്ളതും അന്നന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. രാവിലെ വെറും വയറ്റിലോ അതല്ലെങ്കിൽ അത്താഴം കഴിക്കുമ്പോൾ ലഘുഭക്ഷണം കഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് ഉലുവപ്പാൽ കൂടി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ ഇത് പിടിച്ച് കിട്ടും. ഇതൊരു ദിവസം ഒരു നേരമൊക്കെ കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നമ്മളെടുത്ത 1/4 കപ്പ് ഉലുവ കൊണ്ട് ഈ ഒരു ഗ്ലാസ്സിന് 4.5 ഗ്ലാസ് ഉലുവപ്പാലാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഉലുവപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉലുവയുടെ അളവ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്